UDF ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയായി. അതുകൊണ്ട് തന്നെ പുതിയ ഒരു ആവേശത്തോടെ എല്ലാ പ്രവർത്തകരും UDF നേതാക്കളും ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്താണ്. വളരെ ആവേശകരമായ നിലയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ UDF തിരിച്ചു വരണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതാക്കളും പ്രവർത്തകരും ഒരേപോലെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വർദ്ധിതമായ ആവേശത്തോടെ എല്ലാ പ്രവർത്തകരും രംഗത്ത് ഇന്നിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ജില്ലയിൽ MJ ജോബ് അടക്കം BJPയിൽ ചേർന്ന് ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കാൻ പോവുകയാണ്. അല്ല, നമ്മുടെ പാർട്ടി ധാരാളം നേതാക്കന്മാരുണ്ട്, സീറ്റിന് അർഹരായിട്ടുള്ളവർ ധാരാളം ആളുകളുണ്ട്. പക്ഷെ നമുക്കറിയാമല്ലോ, ഞങ്ങൾ മത്സരിക്കുന്ന 90-92 സീറ്റിൽ മാത്രമാണ്. അർഹതപ്പെട്ട ധാരാളം ആളുകളുണ്ട്. സ്വാഭാവികമായും സീറ്റ് ആഗ്രഹിക്കുന്ന പലർക്കും നിരാശയുണ്ടാകും. പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരെ ഈ നിലയിലേക്കൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഈ പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിയുടെ ഒരു നിർണായക ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അവർ പാർട്ടിയോടൊപ്പം നിൽക്കേണ്ടവരാണ്. തെരഞ്ഞെടുപ്പിൽ നമുക്ക് സീറ്റ് കിട്ടും, കിട്ടാതിരിക്കും, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും സീറ്റ് കൊടുക്കാനും കഴിയില്ല. കുറച്ചു പേർക്ക് സീറ്റ് കിട്ടും, കുറച്ചു പേർക്ക് സീറ്റ് കിട്ടാതിരിക്കും. ഏതായാലും ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ളത് കൊണ്ട് പലർക്കും ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ വേണ്ട പരിഗണന നൽകും, സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടാകേണ്ട കാര്യം ഉണ്ടാകും. ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്കോ സീറ്റുകളിലേക്കൊക്കെ വന്നില്ലെങ്കിൽ പ്രയാസമുണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ അവരെയെല്ലാം ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് സാധിക്കും. പാർട്ടി അത്രയും വലിയൊരു കരുത്തുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആരും പാർട്ടി വിടേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ആശയത്തിന്റെയും ആദർശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ നേതാക്കന്മാരൊന്നും വലുതായിട്ട് പോകുന്ന എനിക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല. ആരും അങ്ങനെ പോകുന്നില്ല. ആരെങ്കിലും പോകുന്നെങ്കിൽ പിന്നെ അവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരും. കാരണം പാർട്ടി വിട്ടുപോയ ആർക്കും ഇത്തവണ CPM സീറ്റ് കൊടുത്തില്ലല്ലോ. പാർട്ടി വിട്ടുപോയ ആളുകൾക്ക് വലിയ പ്രോത്സാഹനം കൊടുത്ത CPM ഇത്തവണ ആർക്കും പാർട്ടി സീറ്റ് കൊടുത്തില്ലല്ലോ. അതൊക്കെ എല്ലാവരുടെയും മുമ്പിൽ അനുഭവപാഠം ആകുമെന്നാണ് എന്റെ വിശ്വാസം. എൽദോസ് കുന്നപ്പള്ളി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹവുമായി ഞാൻ വളരെ വിശദമായി സംസാരിച്ചു. ഒരു കാരണവശാലും അദ്ദേഹം പാർട്ടി വിട്ടു പോവില്ല. അദ്ദേഹം 10 തവണ MLA ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പാർട്ടി ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്, പരിഗണന കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. സീറ്റ് അർഹനായ വ്യക്തിയാണ് അദ്ദേഹം. 10 വർഷം പെരുമ്പാവൂരിന് വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ധാരാളം വികസന പ്രവർത്തനം നടത്തിയ ഒരാളാണ്. കൊടുക്കണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഞാൻ എൽദോസിനോട് പറഞ്ഞു, പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കണം, പാർട്ടിയുമായി ചേർന്ന് നിൽക്കണം. എൽദോസിനെ എൽദോസാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം അത് അംഗീകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. നിലവിലെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരു ഡീലുമില്ല. സുധാകരൻ കോൺഗ്രസിന്റെ ശക്തനായ നേതാവല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 9 വർഷം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കോൺഗ്രസിനോടുള്ള പ്രതിബദ്ധത അറിയാവുന്ന ഒരാളാണ് ഞാൻ. മറ്റാരേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ല, അദ്ദേഹം ഒരു പാർട്ടിയിലും പോവില്ല, കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും, കോൺഗ്രസിന്റെ കരുത്താണ് അദ്ദേഹം. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാവിലെ. അതൊക്കെ സത്യമായി വന്നില്ലേ. അതാണ് കോൺഗ്രസ്, അതാണ് സുധാകരൻ.